മുപ്പത്തിമുക്കോടി ദേവതകളെ ആരാധിച്ചാലും കുലദേവതയെ മറന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ ഒരിക്കലും അതുകൊണ്ട് ഫലമുണ്ടാവില്ല എന്ന് തീർത്തും പറയട്ടെ. കാരണം വ്യക്തിയായാലും കുടുംബമായാലും കുലമായാലും കുലദേവതയെ വിട്ടുകളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടിത്തറ നഷ്ടപ്പെട്ട വീടിൻ്റെ അവസ്ഥയായിരിക്കും നമ്മുടെ ജീവിതം. കുലദേവത എന്ന സങ്കല്പം നമ്മളോട് ചേർന്ന് നിൽക്കുന്നതും നമുക്ക് എന്നും കൂടെയുള്ളതുമായ നമ്മുടെ രക്തബന്ധത്തിലേറെ നമ്മളോട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് കുലദേവതാ സങ്കല്പം. അതുകൊണ്ട് തന്നെ എല്ലാവരും കുലദേവതയെ ആരാധിക്കുക, കുലദേവതയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രഥമമായിട്ടുള്ള കർത്തവ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഓരോ കുലത്തിനും കുലത്തിൻ്റെ ഓരോ അതിദേവതയെ മുൻകാലങ്ങളിൽ തന്നെ പൂർവികർ പ്രതിഷ്ഠിച്ചു വച്ചിട്ടുണ്ട്. അത് നമ്മൾ ഓരോ തലമുറയും മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് നമ്മുടെ പ്രഥമമായിട്ടുള്ള കർത്തവ്യമാണ്. നമ്മുടെ നാട്ടിലുള്ള ക്ഷേത്രങ്ങളുണ്ടാവാം, ആരാധനാ കേന്ദ്രങ്ങളുണ്ടാവും, അല്ലെങ്കിൽ നമുക്കൊക്കെ ഉപാസനാമൂർത്തികളുണ്ടാവാം. ഒക്കെയുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ അമ്മ അച്ഛൻ എങ്ങനെ എന്നതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് കുലദേവത സങ്കല്പം. അതുകൊണ്ട് ഈ കുലദേവതയെ വർഷത്തിലൊരിക്കലെങ്കിലും നമ്മൾ പൂജ കൊടുത്ത് കുടുംബാംഗങ്ങൾ ഒന്നിച്ച് അതിനെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തമമായ ഒരു കർത്തവ്യമാണ്. തീർച്ചയായിട്ടും ഈ കുലദേവത നമ്മുടെ കുടുംബത്തിന് സർവ്വ ഐശ്വര്യങ്ങളും സർവ്വശക്തിയും സർവ്വ സംരക്ഷണവും നൽകിക്കൊണ്ട് നമുക്ക് കൂടെയുണ്ടായിരിക്കും. എന്നാലും നമ്മൾ ഈ കുലദേവതയെ കൂടുതൽ പ്രീതിപ്പെടുത്തുക, അല്ലെങ്കിൽ കൂടുതൽ നമ്മുടെ ഈ കുലദേവതയുടെ ആനുകൂല്യം നമ്മൾ നേടിയെടുക്കുക എന്നൊരു കാര്യം ഇവിടെ നമ്മൾ വിസ്മരിക്കരുത്. ആ കുലദേവതയിൽ നിന്നുള്ള ആനുകൂല്യം നേടിയെടുക്കാൻ ചില പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ അത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അത് തീർച്ചയായിട്ടും നമ്മൾ ഓരോ കുലത്തിലെയും കുടുംബങ്ങൾ ആ കുലദേവതയെ പ്രീതിപ്പെടുത്തി ആ കുലദേവതയുടെ ആനുകൂല്യം നമ്മൾ നേടിയെടുക്കാൻ നിരന്തരമായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളത് നമുക്ക് അത്യാവശ്യ കാര്യമാണ്. അപ്പോൾ എന്താണ് നമ്മൾ അവരെ പ്രീതിപ്പെടുത്താൻ ആദ്യമായിട്ട് ചെയ്യേണ്ടത്? നമ്മൾ നമ്മുടെ വീട്ടിൽ ഒരു നിലവിളക്ക് ആ കുലദേവതയ്ക്ക് വേണ്ടി കത്തിക്കുക എന്നുള്ളതാണ്. അത് നിത്യേന നമ്മൾ നിലവിളക്ക് കത്തിക്കുന്ന സമയത്ത് നമുക്ക് ആ ദേവതയെ സങ്കല്പത്തിൽ വേണം ആ വിളക്ക് നമ്മൾ കത്തിക്കാൻ. കുടുംബാംഗങ്ങളെല്ലാവരും ആ ഒരു ദേവത എന്നുള്ള സങ്കല്പത്തിൽ വേണം നമ്മൾ നിലവിളക്ക് കത്തിക്കാൻ. അങ്ങനെ കത്തിക്കുന്ന ആ വീട്ടിൽ കുലദേവതയുടെ പ്രത്യേക ആനുകൂല്യം നേടിയെടുക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കുലദേവത ദേവി സ്വരൂപത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും രാവിലെയും വൈകുന്നേരവും ഒരു നെയ്വിളക്ക് കത്തിക്കുക എന്നുള്ളതാണ്. ഈ നെയ്വിളക്ക് കത്തിക്കുകയും ഒരു പുഷ്പം ആ നിലവിളക്കിൻ്റെ പാദത്തിൽ സമർപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളെ കുടുംബത്തിന് വലിയൊരു സാമ്പത്തികമായിട്ടുള്ള ഉന്നമനവും ഐശ്വര്യവും നമുക്ക് അറിയാതെ വന്നു ചേരുന്നതായിരിക്കും. അതുപോലെ ദേവചൈതന്യമാണ് നമ്മുടെ കുലദേവത എങ്കിൽ എല്ലാ ചൊവ്വാഴ്ചയും നമ്മുടെ വീട്ടിൽ നെയ്വിളക്ക് കത്തിച്ച് ആ നെയ്വിളക്കിൻ്റെ ചുവട്ടിൽ ഒരു പുഷ്പം സമർപ്പിക്കുക എന്നുള്ളത് നമ്മൾ നിത്യേന എല്ലാ ചൊവ്വാഴ്ചയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളെ കുടുംബത്തിന് വലിയ ഐശ്വര്യവും സമ്പത്തും അതിലൂടെ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കി ഈ ഒരു കുലദേവതയുടെ 100% ആനുകൂല്യം നമ്മൾ നേടിയെടുക്കാൻ ശ്രമിക്കുകയും അതിലൂടെ നമുക്ക് വ്യക്തിപരമായിട്ടും നമ്മുടെ കുടുംബത്തിൻ്റെയും ഉയർച്ച അതിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ നാം നിരന്തരമായി പരിശ്രമിക്കണം. കാരണം ഓരോ ദേവതയുടെയും പ്രത്യേകത എന്ത് കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം ചോദിക്കുന്നോ, അല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ ആരാധിക്കുന്നോ, എത്രത്തോളം നമുക്ക് അങ്ങോട്ട് സമർപ്പിക്കുന്നോ അതിനനുസരിച്ചായിരിക്കും നമ്മൾ ദേവതകൾ ഇങ്ങോട്ടും നമുക്ക് ആനുകൂല്യങ്ങൾ തന്നുകൊണ്ടിരിക്കുക എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം. അപ്പം ചോദിക്കാനുള്ളത് ചോദിച്ചു വാങ്ങുക എന്നുള്ളത് തന്നെ ദേവതയുടെ കാര്യത്തിലായാലും നമ്മൾ തീർച്ചയായിട്ടും അത് ചെയ്തുകൊണ്ടേയിരിക്കണം.
അങ്ങനെ കുലദേവത തീർച്ചയായിട്ടും നമ്മുടെ കൂടെയുള്ളതായതുകൊണ്ട് തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് നമുക്ക് ആനുകൂല്യം നേടിത്തരാനുള്ളൊരു ഒരു ശക്തി വിശേഷം തന്നെയാണ് കുലദേവത. അതുകൊണ്ട് ആ കുലദേവതയുടെ ആനുകൂല്യം നേടിയെടുക്കാൻ എല്ലാ തരത്തിലും നമ്മൾ പരിശ്രമിച്ചുകൊണ്ട് നേടിയെടുക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു.